വെൽക്കം ബാക്ക് ടു പാർട്ട് 4 ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇനി നമുക്ക് മെറ്റബോളിസം നമ്മൾ കുറച്ച് കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ആ ഒരു മെറ്റബോളിക് പാത്വേസ് ആണ് നമുക്കിനി ഈ ഒരു പാർട്ടിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാനായിട്ടുള്ളത്. സോ ലെറ്റ് സി എന്താണ് ഈ ATP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. സോ ATP എന്ന് പറയുന്നത് അത് ഒരു മോളിക്യൂളാണ്. ആൻഡ് ഈ ഒരു മോളിക്യൂൾ ഇറ്റ് ആക്ട്സ് ആസ് ദ മെയിൻ എനർജി സോഴ്സ് ഓഫ് ദ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സെല്ലിൻ്റെ എനർജി കറൻസി അല്ലെങ്കിൽ ATP എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സെല്ലിൻ്റെ മണി എന്ന് വേണമെങ്കിൽ കണക്കാക്കിക്കോ ഫോർ എനർജി ട്രാൻസാക്ഷൻസ് എന്നുള്ളത്. അപ്പോൾ വെനെവർ ദ സെൽ നീഡ്സ് ടു പെർഫോം എ ടാസ്ക്, എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സെല്ലിന് ഒരു ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ, അപ്പോൾ സെല്ലിൻ്റെ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഒന്നുകിൽ മോളിക്യൂൾസ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്സ്റ്റൻസസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആ ഒരു 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 മൂവ്മെൻറ്റിന് പവർ കൊടുക്കുന്നത്, അപ്പോഴെല്ലാം അത് ATP യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ATP ഇസ് ദി എനർജി കറൻസി ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ATP. അപ്പം ATPയിൽ 3 കമ്പോണൻസ് അടങ്ങിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കമ്പോണൻറ്റ് അഡിനിൻ എന്ന് പറയുന്നത് ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് ആണ്. പിന്നെ അതിനകത്ത് റൈബോസ് ഉണ്ട്. റൈബോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷുഗർ മോളിക്യൂൾ. പിന്നെ അതിനകത്ത് 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ്. അപ്പം ഈ ഫോസ്ഫേറ്റ്സ് എന്ന് പറയുന്നതാണ് ആ ATPയുടെ എന്താ പറയേണ്ടത് ആ ഒരു എനർജി സ്റ്റോറേജിൻ്റെ പ്രധാന കീ ആയിട്ട് മാറുന്നത് ഇവിടെ. Now, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് തങ്ങളിലുള്ള ആ ഒരു ബോണ്ട് ആക്ച്വലി എന്താ പറയുന്നത്, ഇറ്റ് സ്റ്റോർസ് എ ലോട്ട് ഓഫ് എനർജി. ഓക്കെ, ആൻഡ് അതിനകത്തുനിന്ന് വെൻ വൺ ഓഫ് ദീസ് ബോണ്ട്സ് ഇസ് ബ്രോക്കൺ, അപ്പോൾ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫോസ്ഫേറ്റ് റിലീസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയിലൂടെയാണ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത് ആൻഡ് സെൽ ആ ഒരു എനർജിയെ യൂസ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ സെല്ലിന് ഒരു എനർജി ആവശ്യമായിട്ട് വരുന്നത്, ദിസ് ഇസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഇനി ഗ്ലൈക്കോളിസിസിൽ ATPയുടെ റോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വി വിൽ ലുക്ക് അറ്റ് ദ റോൾ of ATP in glycolysis. From glycolysis is actually ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇൻ ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഷുഗർ മോളിക്യൂൾ ആണ് അല്ലേ. അപ്പം ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ശരിക്കും ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇത് നടക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആൻഡ് ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്താ ചെയ്യുന്നത്, ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിനെ അത് കൺവേർട്ട് ചെയ്യുകയാണ് ഇൻടു 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ്. ആൻഡ് ഗ്ലൈക്കോളിസിസിനെ തന്നെ വേണമെങ്കിൽ 2 മെയിൻ ഫേസസ് ആയിട്ട് നമുക്കതിനെ തരംതിരിക്കാം. ഒന്ന് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ്, രണ്ടാമത്തത് എനർജി പേ ഓഫ് ഫേസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ആ ഗ്ലൈക്കോളിസിസിൻ്റെ തുടക്കത്തിൽ ഏർലി സ്റ്റെപ്സിൽ ശരിക്കും സെൽ ആക്ച്വലി സ്പെൻഡ്സ് എനർജി ബൈ യൂസിങ് 2 ATP മോളിക്യൂൾസ്. അപ്പോൾ സെൽ അവിടെ ആ ഒരു എനർജി സ്പെൻഡ് ചെയ്യുവാണ് 2 ATP മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ട്. അപ്പം ഈ ATP മോളിക്യൂൾസ് അത് എന്താ പറയേണ്ടത്, ദേ ആഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ടു ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിലും അതിൻ്റെ ഇൻ്റർമീഡിയറീസിലേക്കും അത് എന്താ പറയേണ്ടത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ അതവിടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഫോസ്ഫോറൈലേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഗ്ലൂക്കോസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിൽ ഗ്ലൂക്കോസ് ഗെറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടെ അധികം റിയാക്റ്റീവ് ആകുന്നു ആൻഡ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഈസി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ബൈ ഇറ്റ്സെൽഫ് ഇസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ. ഗ്ലൂക്കോസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് ദ സെൽ ഇസ് ഡൂയിങ് ഈസ് അത് ആ ഒരു എന്താ പറയേണ്ടത്, ഇറ്റ് പ്രിപ്പയർസ് ദ മോളിക്യൂൾസ്
ഫോർ എഫിഷ്യൻറ്റ് എനർജി എക്സ്ട്രാക്ഷൻ. ഒരു അറ്റ് എ ലേറ്റർ സ്റ്റേജ്, ഒരു ലേറ്റർ ടൈമിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് സെല്ലിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് രണ്ടാമത്തെ ഫേസ് നമ്മൾ പറഞ്ഞിരുന്നത് എനർജി പേ ഓഫ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഗ്ലൈക്കോളിസിൻ്റെ ലേറ്റർ സ്റ്റെപ്സിൽ ഈ ആക്ടിവേറ്റ് ചെയ്തപ്പെട്ട ഗ്ലൂക്കോസ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ദിസ് ഇസ് അഗെയിൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. അപ്പോഴാണ് എനർജിയുടെ റിലീസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൽ 4 ATP മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ത്രൂ എ പ്രോസസ് കോൾഡ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫറൈലേഷൻ. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫറൈലേഷൻ എന്ന ആ ഒരു പ്രോസസ്സിലൂടെ 4 ATP മോളിക്യൂൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് they form intermediate molecules അല്ലേ. അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഇന്റർമീഡിയറ്റ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ആൻഡ് ദീസ് ആർ ഡയറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു ADP അല്ലെങ്കിൽ അഡെനോസിൻ ഡൈഫോസ്ഫേറ്റ്. എന്നിട്ടാണ് ATP ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ADP ആകുന്നു, then they become ATP അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ അഡീഷണലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് NADH എന്ന് പറയുന്നത് മറ്റ് ഒരു എനർജി ക്യാരിങ് മോളിക്യൂളാണ്. അപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് NADHും ഈ ഒരു ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു നെറ്റ് ATP ഗെയിൻ നമ്മൾ ഈ ഗ്ലൈക്കോളിസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ATP മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് അല്ലെ, ആ ഒരു എനർജി പേ ഓഫ് ഫേസിൽ. ആൻഡ് സെൽ എന്താണ് ഇനിഷ്യലി അത് സ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? 2 ATP മോളിക്യൂൾസ് അവിടെ സ്പെൻഡ് ചെയ്യുന്നു ആ ഒരു എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസിൽ, റൈറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നെറ്റ് ഗെയിൻ ഓഫ് ATP ഫ്രം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നെറ്റ് ATP is equal to 4 which are produced minus 2 which are already used. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 2 ATP പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്ന നെറ്റ് ഗെയിൻ. 2 ATP ഗ്ലൂക്കോസ് പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ ആർ പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ATPയുടെ പ്രാധാന്യം എന്താണ് ശരിക്കും ഗ്ലൈക്കോളിസിസിൽ? ATPയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അതൊരു ഇമ്മീഡിയറ്റ് എനർജി സോഴ്സ് ആണ്. അപ്പം ATP that is produced in glycolysis is immediately available for the cell to use in various functions. അപ്പോൾ ആ ഗ്ലൈക്കോളിസിസിൽ പ്രൊഡ്യൂസ് ആകുന്ന ATP സെല്ലിന് ഒട്ടും താമസമില്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്സ് വരുന്നത്? മസിൽ കോൺട്രാക്ഷൻ, ആക്റ്റീവായിട്ടുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫോർ ദ ബയോസിന്തസിസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് മോളിക്യൂൾസ്. ആൻഡ് മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് അനറോബിക് ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷനാണ്. കാരണം ഗ്ലൈക്കോളിസിസിന് അതിന് ഓക്സിജൻ വേണ്ട എന്നുള്ളതാണ്. നോക്ക്, അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അണ്ടർ അനറോബിക് കണ്ടീഷൻസ് ഓക്സിജൻ ലെവൽസ് വളരെ ലോ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിനകത്ത് ഓർത്ത് വെച്ചോളുക. ഇതിൻ്റെ ഒരു പ്രാധാന്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അനറോബിക് എനർജി പ്രൊഡക്ഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിൽസിന് എനർജി വേണം അല്ലേ. ആൻഡ് ഈ എനർജി വേണ്ടത് ഇറ്റ് ഇസ് എ ഫാസ്റ്റർ റിക്വയർമെന്റ് ദാൻ ഡെലിവേർഡ് ത്രൂ ഓക്സിജൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സോ ആ ഒരു അനറോബിക് കണ്ടീഷൻ്റെ ഒരു പ്രാധാന്യം അവിടെ കണ്ടില്ലേ. ഇനി എന്താ പറയേണ്ടത്? RBCസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലോ, റെഡ് ബ്ലഡ് സെൽസിൽ അതിനകത്ത് മൈറ്റോകോൺട്രിയ ഇല്ല അല്ലേ. ആൻഡ് അവർ സോൾലി റിലൈ ചെയ്യുന്നത് ഇസ് ഓൺ ഗ്ലൈക്കോളിസിസ് ഫോർ എനർജി എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമതൊരു പ്രാധാന്യം നമ്മൾ ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രിപ്പയർസ് ഫോർ ഫർദർ എനർജി പ്രൊഡക്ഷൻ. വീണ്ടും എനർജി പ്രൊഡക്ഷൻ്റെ ഒരു തയ്യാറെടുപ്പ് അവിടെ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദർ ആർ ദീസ് പൈറുവേറ്റ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഗ്ലൈക്കോളിസിസ് അല്ലേ. ഇപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ഈ പൈറുവേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദേ ക്യാൻ എൻറ്റർ ദ മൈറ്റോകോൺട്രിയ. അപ്പോൾ അത് മൈറ്റോകോൺട്രിയയിലേക്ക് കടക്കുന്നു ആൻഡ് ഫർദർ ബ്രേക്ക് ഡൗൺ അവിടെ ഉണ്ടാകുന്നു. ആ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നതാണ് ക്രെബ്സ് സൈക്കിൾ.
അതേപോലെ എന്താ പറയേണ്ടത്, ഓക്സിഡേറ്റീവ് ഫോസ്ഫറൈലേഷനും അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ATP മോളിക്യൂൾസ് അന്നേരം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് that happens only in the presence of oxygen. Krebs സൈക്കിളിലായിരുന്നാലും ശരി തന്നെ, ഓക്സിഡേറ്റീവ് ഫോസ്ഫറിലേഷനിലായിരുന്നാലും ശരി തന്നെ, ഓക്സിജന്റെ പ്രസൻസ് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടത്, ഒരു ക്വിക്ക് സമ്മറി ഓഫ് ATP ഇൻ ഗ്ലൈക്കോളിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് എനർജി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ 2 ATP അവിടെ യൂസ് ചെയ്യുന്ന സെല്ല് ടു മേക്ക് ഗ്ലൂക്കോസ് മോർ റിയാക്റ്റീവ്. ഗ്ലൂക്കോസ് താരതമ്യേന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെ കൂടുതൽ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് 2 ATP അവിടെ യൂസ് ചെയ്യുന്നു, സെൽ ഇസ് യൂസിങ്. അതാണ് എനർജി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ എനർജി പേ ഓഫ് എന്താണ്? സെൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 4 ATP അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു, 2 NADH ഇസ് ഓൾസോ ബീങ് പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയാണ്? അത് ഗ്ലൂക്കോസ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു പൈറുവേറ്റ്. ആ ഒരു പ്രോസസ്സിൽ 2 NADH കൂടെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നെറ്റ് ഗെയിൻ എന്താണ്? നമ്മൾ ആ ഇനിഷ്യൽ യൂസിന് ഉപയോഗിച്ചിട്ടുള്ള ATP ഇതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ദ സെൽ ആക്ച്വലി ഇസ് നൗ ലെഫ്റ്റ് വിത്ത് 2 ATP പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്നുള്ളതാണ്. ആൻഡ് ATP എന്താണ്? ATP ഇസ് ദ കറൻസി ഓഫ് ദി എനർജി ഓഫ് ദ സെൽ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം നമ്മൾ നോക്കിയാൽ എന്താണ്? ATP പ്രൊവൈഡ്സ് ഇമ്മീഡിയറ്റ് എനർജി. അത് എനർജി വേറെ ഒന്നും അവിടെ കൊണ്ടുവരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. സെൽസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു എനർജി റിക്വയർമെന്റ് ഈ ATPയിലൂടെ നടക്കുന്ന, ഈവൻ വെൻ ഓക്സിജൻ ഇസ് അൺഅവൈലബിൾ. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടത്, ഈ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം ഇസ് വാട്ട് അലൗസ് സെൽസ് ടു ജനറേറ്റ് എനർജി ക്വിക്ക്ലി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു വൈറ്റൽ പ്രോസസ്സസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ എന്ന പോലെ ഒരു ഹെവി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ. റൈറ്റ്, now we will try and understand what NADH is. ഗ്ലൈക്കോളിസിസിലേക്ക് ആക്ച്വലി കടക്കുന്നതിന് മുന്നേ ഈ 2 സംഗതികൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ഓൾ ദ മോർ ഈസിയർ എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ NADH എന്ന് ശരിക്കും പറയുന്നത്? ലെറ്റ് us try and understand. NADHനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഇസ് ലൈക്ക് ദ ഡെലിവറി ട്രക്ക് അല്ലേ? ആ ഒരു ഡെലിവറി ട്രക്ക്. ഇത് എന്ത് ക്യാരി ചെയ്യുന്ന ട്രക്കാണ്? എനർജി ക്യാരി ചെയ്യുന്ന ട്രക്കാണ്. ആൻഡ് ഇവിടെ ഇലക്ട്രോൺസിന്റെ രൂപത്തിലാണ് അത് എനർജി ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് സെൽസിനെ സഹായിക്കുന്നതിനായിട്ട്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒരു ട്രക്ക് വർക്ക് ചെയ്യുന്നത് പോലെ ഇറ്റ് ഹെൽപ്സ് ബൈ പിക്കിംഗ് അപ്പ് ഇലക്ട്രോൺസ്. ആ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ പിക്കപ്പ് ചെയ്യുന്നു ആൻഡ് അത് ഡെലിവർ ചെയ്യുന്നു ടു പ്ലേസസ് ഇൻ ദ സെൽ വേ ഈ ഇലക്ട്രോൺസിനെ എന്താ പറയേണ്ടത് ഉപയോഗിച്ച് കൂടുതൽ എനർജി നിർമ്മിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എന്താണ് NADHന്റെ റോൾ എന്ന് പറയുന്നത്? അപ്പം ഗ്ലൈക്കോളിസിസ് നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഗ്ലൈക്കോളിസിസ് ആണ് പ്രോസസ് വേ ഗ്ലൂക്കോസ് ഇസ് ബ്രോക്കൺ ഡൗൺ ടു റിലീസ് എനർജി എന്നുള്ളത്. അപ്പോൾ ഡ്യൂറിങ് വൺ ഓഫ് ദ സ്റ്റെപ്സ്, ഗ്ലൈക്കോളിസിസിന്റെ ഒരു സ്റ്റെപ്സിൽ ഒരു എന്താ പറയേണ്ടത്, സംതിങ് സ്പെഷ്യൽ ഹാപ്പൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ സ്പെഷ്യലായിട്ട് സംഭവിക്കുന്ന സംഗതിയാണ് മോളിക്യൂൾ ഓഫ് G3P എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലിസറാൽ ഡീഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ G3P വെൻ ഇറ്റ് ലൂസസ് ഇലക്ട്രോൺസ്, മറ്റൊരു മോളിക്യൂൾ ഓഫ് NAD+, ഇറ്റ് ആക്ച്വലി, അപ്പം ഈ ലൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ വേറെ എവിടെയെങ്കിലും അത് ചെന്നെത്തണമല്ലോ, അവിടെയാണ് അനദർ മോളിക്യൂൾ ഓഫ് NAD+ പിക്സ് ദം അപ്പ്. ഈ ലൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പിക്കപ്പ് ചെയ്ത് അത് NADH ആയി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. NAD+ ഇറ്റ് ഗെറ്റ്സ് ചാർജ്ഡ് അപ്പ്. അത് ചാർജ്ഡ് അപ്പ് ആയി, അതിനകത്ത് ചാർജ് കയറിയിട്ട് അത് NADH ആയിട്ട് മാറുന്ന ഈ NADH ശരിക്കും നമ്മുടെ ബാറ്ററി 100% റീചാർജ് ചെയ്യുന്നത് പോലെ ഒരു ഹൈ എനർജി മോളിക്യൂൾ എന്നുള്ളത് നമ്മൾ ഓർത്തിരുന്നാൽ മതി.
ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ PYQസിനുള്ള നമ്മുടെ MCQസിനുള്ള ആൻസേഴ്സ് കിട്ടത്തക്ക രീതിയിലുള്ള പോയിന്റുകളാണ് ഞാൻ ഇവിടെ ഈ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ലാബിൽ ഒരു ടെസ്റ്റ് ചെയ്യാനല്ല നിങ്ങളിത് ഡിസ്കസ് അല്ലെങ്കിൽ ഇതിപ്പോൾ പഠിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഫോർ എവറി മോളിക്യൂൾ അല്ലെങ്കിൽ എവറി ഗ്ലൂക്കോസ് മോളിക്യൂൾ ദാറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ 2 NADH മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. ഈ NADHന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒന്ന് അണ്ടർ എയറോബിക് കണ്ടീഷൻസ് ആണ്, വേർ വിത്ത് ഓക്സിജൻ. അതേപോലെ അനറോബിക് കണ്ടീഷൻ വിത്തൗട്ട് ഓക്സിജനിലും ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ NADH ഇറ്റ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഹൈ എനർജി ഇലക്ട്രോൺസിനെ അത് ക്യാരി ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസിനെ അത് ഓൾറെഡി പിക്കപ്പ് ചെയ്തിരിക്കുകയാണ് ടു ദി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ETC. മൈറ്റോകോൺട്രിയയിലെ ETC, അതാണ് ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ETCയിൽ ഈ ഇലക്ട്രോൺസിനെ ഉപയോഗിച്ച് ദർ ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് എ ലോട്ട് ഓഫ് ATPs. ATP ആണ് സെല്ലിന്റെ മെയിൻ എനർജി മോളിക്യൂൾ, സെല്ലിന്റെ എനർജി കറൻസി എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്, ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇനി അനറോബിക് കണ്ടീഷൻസിൽ വിത്തൗട്ട് ഓക്സിജൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അവിടെ ഓക്സിജൻ ഇല്ല എങ്കിൽ NADH കാൺട്ട് ഡെലിവർ ഇറ്റ്സ് ഇലക്ട്രോൺസ് ടു ദ ETC. അപ്പം ആ ഒരു എന്താ പറയണ്ടേ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് അതിന് ഇലക്ട്രോൺസിനെ ഡെലിവർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ NADH അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് ദ ഇലക്ട്രോൺസ് ബാക്ക് ടു പൈറുവേറ്റ്. തിരിച്ച് പൈറുവേറ്റിന് ആ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ടേൺസ് ഇൻ ടു ലാക്ടേറ്റ് ഇൻ ആനിമൽസ് ഓർ എത്തനോൾ ഇൻ ഈസ്റ്റ്. ആനിമൽസിൽ അത് ലാക്ടേറ്റ് ആയിട്ട് മാറുന്നു, എന്താ പറയണ്ടേ, ഈസ്റ്റിൽ അത് എത്തനോൾ ആയി മാറുന്നു. അപ്പം ഈ ഒരു പ്രോസസ് ശരിക്കും ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് NAD+, അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു റീസൈക്കിൾ NAD+ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് റീസൈക്കിൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഗ്ലൈക്കോളിസിസ് ക്യാൻ കീപ്പ് ഓൺ മേക്കിംഗ് ATP ഈവൻ വിത്തൗട്ട് ഓക്സിജൻ എന്നുള്ളത്. അപ്പോൾ എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാനാണെങ്കിൽ NADH നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ലൈക്ക് എ ബാറ്ററി ദറ്റ് ക്യാരീസ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ആണ് ഇവിടെ എനർജി, ആൻഡ് ദാറ്റ് ഇസ് യൂസ് ടു മേക്ക് ATP എന്നുള്ളത്. ഇനി ഗ്ലൈക്കോളിസിസിലോ NADH ഇസ് ക്രിയേറ്റഡ് എപ്പോഴാണ്, വെൻ ഗ്ലൂക്കോസ് ഇസ് ബ്രോക്കൺ ഡൗൺ. ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോഴാണ് NADH അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓരോ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ 2 NADH മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് വിത്ത് ഓക്സിജൻ NADH പ്രൊഡ്യൂസസ് ലോട്ട്സ് ഓഫ് ATP, ആൻഡ് വിത്തൗട്ട് ഓക്സിജൻ ഇറ്റ് റീസൈക്കിൾസ് NAD+. NAD+ന്റെ റീസൈക്ലിംഗ് നടക്കുമ്പോഴാണ് ഗ്ലൈക്കോളിസിസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടന്ന് ആ ഒരു എനർജി പ്രൊഡക്ഷൻ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ നൗ we can actually get into the എന്താ പറയേണ്ടത്, to the discussion of ഗ്ലൈക്കോളിസിന്റെ ഒരു ഓവർവ്യൂ ഇനി നമുക്ക് നോക്കാം. കാരണം ഇവിടെ നമ്മൾ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ വിൽ മേക്ക് സെൻസ് നമ്മൾ ഈ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അഗെയിൻ ഗെറ്റിംഗ് ബാക്ക് ടു ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ആണ് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഇൻ ഗ്ലൂക്കോസ് മെറ്റബോളിസം അല്ലേ. അപ്പോൾ ഇവിടെ 6 കാർബൺ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇസ് കൺവേർട്ടഡ് ഇൻ ടു 2-3 കാർബൺ പൈറുവേറ്റ് മോളിക്യൂൾസ്. ഇനിഷ്യൽ സ്റ്റേജിൽ അതാണ് 6 കാർബൺ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഒരു 2-3 കാർബൺ പൈറുവേറ്റ് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ ആൻഡ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ. അതുകൊണ്ട് അതൊരു അനറോബിക് പ്രോസസ് ആയിട്ട് മാറുന്നു എന്നുള്ളത്. ആൻഡ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പാത്വേ ആണ്. ആൻഡ് ഈ ഒരു പാത്വേ ഇസ് ഫൗണ്ട് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസംസ്. അതൊരു സിമ്പിൾ ബാക്ടീരിയ ആയിരുന്നാലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു യൂകാരിയോട്ട് ആയിരുന്നാലും ശരി തന്നെ, ദിസ് ഇസ് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് നമുക്ക് ഇവിടെ നോക്കാം. ആ ഒരു പ്രോസസ്സസ് നമുക്ക് ഗ്ലൈക്കോളിസിസിൻ്റെ ഒന്ന് നോക്കാം. അപ്പം ഗ്ലൈക്കോളിസിസ് ആക്ച്വലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് a total of
10 എൻസൈം കാറ്റലൈസ്ഡ് സ്റ്റെപ്സ്. ഇപ്പോൾ ഗ്ലൈക്കോളിസിസിൽ ശരിക്കും 10 എൻസൈം കാറ്റലൈസ്ഡ് സ്റ്റെപ്സ് ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഈ സ്റ്റെപ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം 2 മേജർ ഫേസസ് ആയിട്ട്. അതിൽ ഒന്നാണ് എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ് ആൻഡ് രണ്ടാമത്തത് എനർജി പേ ഓഫ് ഫേസ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ATP പ്രൊഡക്ഷൻ്റെ കാര്യം നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ATP ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്ലൈക്കോളിസിസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ ഈ 2 സ്റ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ 2 സ്റ്റേജസിനകത്തും ഇനി 5 ഡിഫറെൻറ്റ് സ്റ്റേജസ് വീതം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ എനർജി ഇൻവെസ്റ്റ്മെന്റ് ഫേസ് അത് സ്റ്റെപ്സ് 1 to 5 ആണ് അവിടെ വരിക. ഈ ആദ്യത്തെ 5 സ്റ്റെപ്സിൽ ഗ്ലൂക്കോസ് ഇസ് ഫോസ്ഫോറിലേറ്റഡ് ആൻഡ് റീഅറേഞ്ച്ഡ്. ആൻഡ് ഈ ഫോസ്ഫോറൈലേഷനും റീഅറേഞ്ച്മെന്റിനും കൂടെ നടക്കുമ്പോഴത്തേക്ക് 2 ATP മോളിക്യൂൾസ് അവിടെ കൺസ്യൂം ചെയ്യുന്നു ടു ഇൻക്രീസ് ദ എനർജി പൊട്ടൻഷ്യൽ ഓഫ് ദി ഇന്റർമീഡിയറീസ് എന്നുള്ളതാണ്. അപ്പം മറ്റ് ഇന്റർമീഡിയറീസിന്റെ ആ ഒരു എനർജി പൊട്ടൻഷ്യൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഗ്ലൂക്കോസിനെ ട്രാൻസ്ഫോം ചെയ്ത് ഫ്രക്ടോസ് ആക്കി മാറ്റും. ഫ്രക്ടോസ് 1 ഇപ്പോൾ ഗ്ലൂക്കോസിനെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്തിട്ട് അത് ഫ്രക്ടോസ് 1 ആയിട്ട് മാറുന്നു. 6 ബൈഫോസ്ഫേറ്റ് വരുന്ന അവിടെ. ഓക്കെ, ദെൻ ഇതിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇൻറ്റു 3 കാർബൺ മോളിക്യൂൾസ്. ഓക്കെ, ഗ്ലിസറാൽഡിഹൈഡ് 3, അതേപോലെ ഫോസ്ഫേറ്റ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി എനർജി പേ ഓഫ് ഫേസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആ 6 to 10 സ്റ്റെപ്സ് എന്നുള്ളത്, 6 മുതൽ 10ാമത്തെ സ്റ്റെപ്പ് അതിനകത്ത് വരുന്നത്. അപ്പോൾ the 2 molecules of glyceraldehyde 3 phosphate, ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ 2 molecules of glyceraldehyde 3 phosphate, this again undergoes a series of reactions. ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് നടന്ന് അവിടെ പൈറുവേറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് എന്താ പറയേണ്ടത്, എനർജി റിലീസ് ചെയ്യുന്നത് ഇൻ ദിസ് പ്രോസസ് എന്നാണ്. സോ ഈ ഒരു ഫേസ് ആക്ച്വലി ഇറ്റ് ജനറേറ്റ്സ് a net gain of 2 ATP molecules and 2 NADH molecules per glucose molecule. ഇത് നമ്മൾ ആ 2 സ്റ്റേജസ് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൈറുവേറ്റ്. ദിസ് ക്യാൻ എൻറ്റർ ഫർദർ മെറ്റബോളിക് പാത്വേസ്. വീണ്ടും മറ്റ് മെറ്റബോളിക് പാത്വേസിലേക്ക് പൈറുവേറ്റിന് പോകാനായിട്ട് കഴിയും. പക്ഷേ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ. അപ്പോൾ വീണ്ടും പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് സിട്രിക് ആസിഡ് സൈക്കിൾ വരുന്നത് ഇൻ എറോബിക് കണ്ടീഷൻസ്, അതല്ലെങ്കിൽ ലാക്ടേറ്റ് ഫെർമെൻറ്റേഷൻ വരുന്നത് ഇൻ അനറോബിക് കണ്ടീഷൻസ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഈ സ്റ്റെപ്പ് 1 to 10 എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഹെക്സോകൈനേസ് ആണ് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് സേ ഹിയർ? കൺവേർട്സ് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് യൂസിങ് ATP. ആൻഡ് ഇറ്റ് ട്രാപ്സ് ഗ്ലൂക്കോസ് വിതിൻ എ സെൽ എന്നുള്ളതാണ് ഇവിടെ ഈ പറയുന്നത്. സോ ഇവിടെ എന്താ ശരിക്കും ഇവിടെ ഈ നടക്കുന്നത്? ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈം അത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എടുക്കുന്നു ഫ്രം ATP ആൻഡ് അതിനെ അറ്റാച്ച് ചെയ്യുന്നു ടു എ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. ഇതാണ് ശരിക്കും ഈ ഒരു സ്റ്റെപ്പിൽ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഒരു ന്യൂ മോളിക്യൂൾ കോൾഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇതിനോട് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ഗ്ലൂക്കോസ് ട്രാപ്ഡ് ആകുന്ന ഇൻസൈഡ് ദ സെൽ അല്ലേ. അപ്പോൾ ട്രാപ്പിംഗ് ഓഫ് ഗ്ലൂക്കോസ് ഇൻസൈഡ് ദ സെൽ. അപ്പം ഈ ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഫോസ്ഫോറൈലേഷൻ നടന്നാൽ, അതായത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് അത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. which means it can no longer pass through the cell membrane. അതുകൊണ്ടാണ് അവിടെ ട്രാപ്ഡ് ആയി എന്ന് ശരിക്കും നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഇത് എന്തുകൊണ്ട് ഇതിവിടെ ഇത് ചെയ്യുന്നത്? സോ ദാറ്റ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഗ്ലൂക്കോസ് സ്റ്റേ ഇൻസൈഡ്സ് ദ സെൽ. ഗ്ലൂക്കോസ് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്നെങ്കിൽ മാത്രമേ എനർജി പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ.
ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോളിസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിനായിട്ട് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് മേക്സ് ഗ്ലൂക്കോസ് മോർ കെമിക്കലി റിയാക്റ്റീവ്. അപ്പോഴാണ് ഗ്ലൈക്കോളിസിന്റെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എനർജി യൂസ് എന്താണ്? ഈ ഒരു റിയാക്ഷൻ നടക്കുന്നതിനും എനർജി വേണം. ആൻഡ് ഈ എനർജി എവിടെ നിന്നാണ് വരുന്നത്? ഇറ്റ് കംസ് ഫ്രം ATP. അപ്പോൾ 1 ATP മോളിക്യൂൾ ഇസ് യൂസ്ഡ് ടു ഡൊണേറ്റ് ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇൻ സിമ്പിൾ ടേംസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഈ ഒരു എൻസൈം അത് എനർജി യൂസ് ചെയ്യുന്നു. അത് എവിടെ നിന്നാണ്? ഫ്രം ATPയിൽ നിന്ന് എനർജി യൂസ് ചെയ്ത് ഇറ്റ് അറ്റാച്ചസ് എ ഫോസ്ഫേറ്റ് ടു ഗ്ലൂക്കോസ്. ഓക്കെ, അതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നൗ ലെറ്റ് us ലുക്ക് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ പ്രവർത്തിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോഗ്ലൂക്കോസ് ഐസോമെറേസ്, നമ്മൾ ഇവിടെ ഈ കാണുന്നത് പോലെ. സോ വാട്ട് ഡസ് ഇറ്റ് ഡു? ഇറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഐസോമെറിക് റീഅറേഞ്ച്മെന്റ് എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് അല്ലേ? ഒരു ഐസോമെറിക് റീഅറേഞ്ച്മെന്റ്. സോ ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഫോസ്ഫോഗ്ലൂക്കോസ് ഐസോമെറേസ് എന്ന് പറയുന്ന എൻസൈം അത് ആ ഒരു എന്താ പറയേണ്ടത്, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിന്റെ മോളിക്യൂൾസിനെ G6Pയുടെ മോളിക്യൂൾസിനെ റീഅറേഞ്ച് ചെയ്ത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നു, F6P. അതാണ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷന്റെ പേരാണ് ഐസോമെറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമെറൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ ഇസ് റീഅറേഞ്ച്ഡ്. ഓക്കെ, അവിടെ അഡിഷനോ റിമൂവൽ ഓഫ് ആറ്റംസ് അവിടെ നടക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ആ നിലനിൽക്കുന്ന സ്ട്രക്ചറിന്റെ റീഅറേഞ്ച്മെന്റ് മാത്രം ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു റീഅറേഞ്ച്മെന്റിലൂടെ ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ ഷുഗർ മോളിക്യൂൾ. ഈ ഷുഗർ മോളിക്യൂൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണ്? ടു മേക്ക് ഇറ്റ് ഈസിയർ ടു ആഡ് അനദർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ, സ്റ്റെപ്പ് 3 നമ്മൾ അതാണ് ശരിക്കും കാണുന്നത്. അപ്പൊ ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഇസ് മോർ സിമെട്രിക്കൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിമെട്രിക്കൽ ആയിരിക്കണം. വൈ? ബിക്കോസ് ഇറ്റ് വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി for splitting it at a later stage into two smaller sugars in glycolysis. അതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ശരിക്കും ഈ ഫോസ്ഫോഗ്ലൂക്കോസ് ഐസോമെറേസ് എന്ന് പറയുന്ന എൻസൈം ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ ഷുഗർ മോളിക്യൂൾ. ആ റീഅറേഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. ആ ഷുഗർ മോളിക്യൂളിന്റെ ഷേപ്പ് അവിടെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് നെയിം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നൗ ലെറ്റ് us ലുക്ക് അറ്റ് ദ തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ പ്രവർത്തിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് അല്ലെങ്കിൽ PFK എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ നടക്കുന്നത്? ഈ PFK എന്ന് പറയുന്ന എൻസൈം ഒരു സെക്കൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അത് ആഡ് ചെയ്യുകയാണ് ടു ദ ഷുഗർ മോളിക്യൂൾ. അപ്പോൾ ഈ ഫ്രക്ടോസ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് യൂസസ് എനർജി ഫ്രം അനദർ ATP മോളിക്യൂൾ. അപ്പോൾ ഇത് എപ്പോൾ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിലും എനർജി അവിടെ വേണം. വീണ്ടും ഒരു ATP മോളിക്യൂളും കൂടെ അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. അപ്പോൾ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു ഷുഗർ മോളിക്യൂൾ വിത്ത് 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ടു ഇറ്റ് അല്ലേ? അപ്പോൾ ആദ്യം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു, അങ്ങനെ അത് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആകുന്നു. പിന്നെ ഒന്നും കൂടെ അവിടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, ഇതൊരു കീ റെഗുലേറ്ററി സ്റ്റെപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കൺട്രോൾ പോയിന്റ് ഗ്ലൈക്കോളിസിസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഈ പി എഫ് കെയുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി റെഗുലേറ്റഡ് ബൈ ദ സെൽസ് എനർജി നീഡ്സ്. ആ സെൽസിൻ്റെ എനർജി നീഡ്സ് അനുസരിച്ചാണ് ഈ പി എഫ് കെയുടെ ആക്ടിവിറ്റി അവിടെ റെഗുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു സെല്ലിന് ഒരുപാടധികം ATP ഉണ്ടെങ്കിൽ PFK actually slows down to prevent unnecessary energy production. അൺനെസസറി ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാതെ ഉള്ള ഒരു എനർജി പ്രൊഡക്ഷൻ ആയി പോകത്തില്ലേ. അപ്പോൾ അവിടെ അത് ഒരു റെഗുലേറ്ററി സ്റ്റെപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് എനർജി ഈസ് നീഡഡ്, അങ്ങനെ വരുമ്പോഴത്തേക്ക് ലോ ATP അല്ലെങ്കിൽ ഹൈ ADP എന്നുള്ളതാണ്. അപ്പോൾ PFK ഇവിടെ ആ ഒരു ഗ്ലൈക്കോളിസിസിനെ സ്പീഡപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റെപ്പും കൂടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ഒരു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് അത് ഒരിക്കൽ കൺവേർട്ടായി ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇസ് ഫുള്ളി കമ്മിറ്റഡ് ടു ഗ്ലൈക്കോളിസിസ്. അത് പിന്നെ ഗ്ലൈക്കോളിസിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് കനോട്ട് ബി ഡൈവേർട്ടഡ് ടു അതർ പാത്വേസ്. ആ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന പാത്വേയിലേക്ക് മാത്രം അത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ എനർജി യൂസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇവിടെയും ഒരു ATP മോളിക്യൂൾ ഉപയോഗിക്കുന്ന ആ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഫോസ്ഫേറ്റിനെ ഫേർദർ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സിമ്പിൾ വേർഡ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പിൽ PFK എന്ന് പറയുന്ന എൻസൈം മറ്റൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യുകയാണ് ടു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. അവിടെ ഒരു ATPയും കൂടെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. ആൻഡ് ദിസ് ഇസ് എ മോളിക്യൂൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കംപ്ലീറ്റ്ലി റിസർവ്ഡ് ആണ്. അത് ഗ്ലൈക്കോളിസിസിലേക്ക് മാത്രമേ അതിൻ്റെ പിന്നെ ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. സോ 3 സ്റ്റെപ്സ് നമ്മളിവിടെ നോക്കിയല്ലേ. സോ നൗ ലെറ്റ് us ലുക്ക് അറ്റ് ദ 4th സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പിൽ പ്രവർത്തിക്കുന്ന എൻസൈമാണ് അഡോലേസ്. അപ്പം അഡോലേസ് ഇവിടെ എന്താ നമ്മളിപ്പോൾ ഈ കാണുന്നത്, ഇറ്റ് ക്ലീവ്സ് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ഇൻ ടു ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് G3P ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് DHAP. അപ്പോൾ ഇവിടെ ഈ ക്ലീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് ബ്രോക്കൺ ഡൗൺ എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ അഡോലേസ് ആക്ച്വലി ഇറ്റ് നൗ സ്റ്റാർട്ട്സ് ടു ബ്രേക്ക് ഡൗൺ. അതായത് ആ ഒരു 6 കാർബൺ മോളിക്യൂൾ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റിനെ 2 ചെറിയ 3 കാർബൺ മോളിക്യൂൾസ് ആക്കി മാറ്റുന്നത്. അതാണ് ഇത് 2 G3Pയും DHAPയും. ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? ബിക്കോസ് ഇറ്റ് ഡിവൈഡ്സ് ആ ഒരു ഒറിജിനൽ 6 കാർബൺ ഷുഗറിനെ ഇറ്റ് ഈസ് നൗ ഡിവൈഡഡ് ഇൻ ടു 2-3 കാർബൺ മോളിക്യൂൾസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, അടുത്ത സ്റ്റെപ്സിലുള്ള എനർജി എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ബാക്ക് സ്റ്റേജ് ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 പ്രോഡക്ട്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. Now although ഈ 2 പ്രോഡക്ട്സ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഓൺലി G3P കണ്ടിന്യൂസ് ഡയറക്ട്ലി ത്രൂ ഗ്ലൈക്കോളിസിസ്. G3P മാത്രമാണ് ഗ്ലൈക്കോളിസിസിലേക്ക് അങ്ങ് കടന്നു പോകുന്നത്. പക്ഷേ ഈ DHAP എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ക്വിക്ലി കൺവേർട്ടഡ് ടു G3P ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ അത് പെട്ടെന്ന് G3P ആയിട്ടങ്ങ് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉറപ്പ് വരുത്തിയാണ് ഒരു മോളിക്യൂളും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് അവിടെ വരുത്തുന്നു. സോ ലെറ്റ് us see what happens in the 5th step. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കൺവേർഷൻ ബൈ ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമെറേസ്. അപ്പോൾ ഈ ഒരു എൻസൈം, അതായത് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമെറേസ് എന്ന് പറയുന്ന എൻസൈം, ഇറ്റ് കൺവേർട്സ് ദ മോളിക്യൂൾ DHAPയെ അത് G3P ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതിൻ്റെ അർത്ഥം DHAP can turn to G3P and vice versa. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്നുള്ളതാണ്. പക്ഷേ ഗ്ലൈക്കോളിസിസിൻ്റെ കണ്ടീഷൻസിൽ ദ റിയാക്ഷൻ ഫേവേഴ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് G3P. നമ്മളിപ്പോൾ ഗ്ലൈക്കോളിസിസ് അല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയാക്ഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് G3P തന്നെയാണ്. പക്ഷേ ഇവിടെ രണ്ടും നടക്കാം എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് അത് സ്പ്ലിറ്റ് ആകുന്നു ഇൻറ്റു 2 മോളിക്യൂൾസ്, ഒന്ന് G3P ആകുന്നു, ഒന്ന് DHAP ആകുന്നു. പക്ഷേ ആ ഒരു G3P മാത്രമാണ് അടുത്ത സ്റ്റെപ്പിൽ ഗ്ലൈക്കോളിസിസിലേക്ക് കടന്നു പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ആ ഒരു DHAP G3P ആയി കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റെപ്പ് വീണ്ടും ഉറപ്പ് വരുത്തുകയാണ് ദാറ്റ് ബോത്ത് 3 കാർബൺ മോളിക്യൂൾസ് ഫ്രം ദ ഒറിജിനൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ ക്യാൻ കണ്ടിന്യൂ ത്രൂ ദ ഗ്ലൈക്കോളിസിസ് അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു DHAPയും കൂടെ അങ്ങ് കൺവേർട്ട് ചെയ്യാണ് G3P. കാരണം G3Pക്ക് മാത്രമേ ഗ്ലൈക്കോളിസിസിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എഗെയിൻ ഇറ്റ് മാക്സിമൈസസ് ദ എനർജി പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഈൽഡ് അവിടെ മാക്സിമൈസ് ചെയ്ത് കൊണ്ടുവരികയാണ് അല്ലേ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നൗ. അപ്പോൾ ഈ അടുത്ത സ്റ്റെപ്പിൽ ഒരു ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഈ ഓക്സിഡേഷൻ നടത്തുന്ന എൻസൈം ഇസ് ഹിയർ glyceraldehyde 3-phosphate dehydrogenase. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നടന്ന് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, ദിസ് ആക്ട്സ് ഓൺ glyceraldehyde 3-phosphate അല്ലെ G3Pയിൽ ഇവിടെ ആക്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു റിയാക്ഷനിൽ G3Pയുടെ ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് ആൻഡ് നൗ വാട്ട് ഹാപ്പൻസ്, NAD+ ഇസ് റെഡ്യൂസ്ഡ് ടു NADH. കാരണം NAD+ ഇപ്പം ആക്സെപ്റ്റ് ചെയ്യാണ് ആ ഒരു ഓക്സിഡേഷനിൽ G3P റിലീസ് ചെയ്ത എന്താ പറയണ്ട ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് ഇസ് റെഡ്യൂസ്ഡ് ടു NADH എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ATPയിൽ നിന്നല്ല ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നത്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ത്രൂ ഓക്സിഡേഷൻ ഓഫ് G3P മോളിക്യൂൾ എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്താ പറയേണ്ടത്, ആ ഒരു 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ഒരു ഹൈ എനർജി ഇൻ്റർമീഡിയറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഒന്ന് NADH പ്രൊഡക്ഷൻ, മറ്റൊന്ന് എനർജി സ്റ്റോറേജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് NADH ജനറേറ്റ് ചെയ്യുന്ന NADH എന്ന് പറയുന്നത് ഒരു ഹൈ എനർജി ഇലക്ട്രോൺ കാരിയർ ആണല്ലേ. ആൻഡ് ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നുണ്ട് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ. എങ്ങനെയാണ്? ബൈ ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ് ടു ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ETCയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോർ further ATP production, for further energy production എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എനർജി സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇതിനകത്തൊരു അഡീഷണൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ദിസ് ക്രിയേറ്റ്സ് എ ഹൈ എനർജി മോളിക്യൂൾ, അതായത് 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു, വിച്ച് വിൽ ബി യൂസ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അഗെയിൻ ടു മേക്ക് ATP. So let's look at what the next step has got to tell us. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പ്രവർത്തിക്കുന്ന എൻസൈം ഏതാണ്? ഇറ്റ് ഈസ് phosphoglycerate kinase. This is the enzyme that is working out here. അപ്പോൾ ഈ ഒരു എൻസൈം അത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുക്കുന്നു ആൻഡ് ഇറ്റ് ടേക്സ് ഫ്രം ദ 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആൻഡ് അതിനെ ADPയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു മോളിക്യൂൾ ഓഫ് ATP അവിടെ ഉണ്ടാകുന്നത്. അത് ADPയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഒരു മോളിക്യൂൾ ഓഫ് ATP അവിടെ ഉണ്ടാകുന്നത്. ആ ഫോസ്ഫേറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ആ റിമൈനിങ് മോളിക്യൂൾ ഉണ്ടല്ലോ ബാക്കിയുള്ളത്, ദാറ്റ് ബിക്കംസ് 3 ഫോസ്ഫോഗ്ലിസറേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ ATP പ്രൊഡക്ഷൻ നടക്കുന്നു ആൻഡ് മറ്റൊന്ന് ആ ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനും ഇവിടെ നടക്കുന്നു. അപ്പോൾ ഈ ATP പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഗ്ലൈക്കോളിസിസ് വെയർ ATP ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ആ ഒരു 7th സ്റ്റെപ്പിൽ എത്തുമ്പോഴാണ് എന്താ പറയേണ്ടത്, ഗ്ലൈക്കോളിസിസിൽ ആദ്യത്തെ ATP മോളിക്യൂൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളും 2 മോളിക്യൂൾസ് ഓഫ് 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആക്ച്വലി ഇറ്റ് പ്രൊഡ്യൂസസ് 2 ATP മോളിക്യൂൾസ് പെർ ഗ്ലൂക്കോസ്. ഇനി ആ ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫറേഷൻ. അതാണ് ശരിക്കും അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്?
ATP is directly generated from a high energy intermediate. ഇവിടെ പ്രവർത്തിക്കുന്ന ഹൈ എനർജി ഇന്റർമീഡിയറ്റ് ഏതാണ്? 1,3 ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്ന ആ ഒരു ഹൈ എനർജി ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ ആ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. So without the need for electrons transport chain അല്ലെങ്കിൽ ഓക്സിജൻ ഇതിന്റെ രണ്ടിന്റെയും ആവശ്യമില്ലാതെ ഇതിവിടെ പ്രവർത്തിക്കുന്നു. So now let us look at what is the next step അല്ലെങ്കിൽ what is the next enzyme that is working here. എട്ടാമത്തെ സ്റ്റെപ്പിൽ ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത് എന്താണ്? ഈ ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേറ്റ് എന്ന് പറയുന്ന എൻസൈം അത് റീഅറേഞ്ച് ചെയ്യുകയാണ് ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഓൺ ദ മോളിക്യൂൾ ഓഫ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അവിടെ നിന്ന് ഇറ്റ് ഈസ് മൂവ്ഡ് ഫ്രോം ദ 3rd കാർബൺ പൊസിഷൻ, ആ മൂന്നാമത്തെ കാർബൺ പൊസിഷനിൽ നിന്ന് അത് 2nd കാർബൺ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ 2nd കാർബൺ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു 2-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റെപ്പിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എഗെയിൻ ഈ ഒരു റീഅറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രിപ്പയർസ് ദ മോളിക്യൂൾസ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഡീഹൈഡ്രേഷൻ നടക്കുന്നത്. ഡീഹൈഡ്രേഷൻ നടക്കുമ്പോഴത്തേക്ക് എഗെയിൻ ഒരു ഹൈ എനർജി ഇന്റർമീഡിയറ്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റെപ്പ് വളരെ ചെറുതാണ്, പക്ഷേ ഇറ്റ് ഈസ് റിയലി വെരി എസെൻഷ്യൽ. കാരണം അത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് അവിടെ ശരിക്കും നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? സോ ലെറ്റ് us look at what is the next step. സ്റ്റെപ്പ് നമ്പർ 9 എനോലേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ലെറ്റ് സി വാട്ട് ഇറ്റ് ഡസ്. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പം എനോലേസ് ആക്ച്വലി ഡീഹൈഡ്രേഷൻ ആണ് ശരിക്കും ഇവിടെ നടത്തുന്നത്. അതായത് ഇറ്റ് റിമൂവ്സ് എ വാട്ടർ മോളിക്യൂൾ, അതിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ആ 2-ഫോസ്ഫോഗ്ലിസറേറ്റിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂളിനെ അവിടെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് ഇനി നമുക്ക് PEP ഉണ്ടാകുന്നത്. അതിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് അവിടെ ഉണ്ടാകുന്നത്, ദാറ്റ് ഇസ് PEP എന്നുള്ളത്. അപ്പോൾ ഈ PEP എന്ന് പറയുന്നത് ഇസ് എ മോളിക്യൂൾ വിത്ത് എ വെരി ഹൈ എനർജി ലെവൽ. കാരണം എന്താണ്? അത് ഒരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഹൈ എനർജി ലെവൽ മോളിക്യൂൾ എന്നതിനെ പറയുന്നത്. ഇപ്പോൾ PEP ഒരു ഹൈ എനർജി കോമ്പൗണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കി. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? ആ ഒരു വെള്ളം അതല്ലെങ്കിൽ ആ റിമൂവൽ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മോളിക്യൂൾസിന്റെ ബോണ്ടിൽ ഒരു റീഅറേഞ്ച്മെന്റ് വരുന്നത്. ആ ഒരു റീഅറേഞ്ച്മെന്റ് വരുന്നതോടുകൂടിയാണ് ഈ PEP ഒരു ഹൈ എനർജി ഇന്റർമീഡിയറ്റ് ആയിട്ട് മാറുന്നത്. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് for the ATP generation in the next step. അപ്പോൾ ലാസ്റ്റിന് ഇപ്പോൾ 10th സ്റ്റെപ്പ് നമുക്ക് നോക്കാം how it goes എന്നുള്ളത്. അപ്പോൾ 10th സ്റ്റെപ്പിൽ പൈറുവേറ്റ് കൈനേസ് എന്ന എൻസൈമാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ATP ഫോർമേഷൻ ആണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഇറ്റ് ട്രാൻസ്ഫേഴ്സ്, അല്ലെ? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫ്രോം ദ ഹൈ എനർജി മോളിക്യൂൾ, അതായത് PEPയിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ടു ADP. അങ്ങനെയാണ് ATPയുടെ ജനറേഷൻ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വൺസ് ആ ഒരു ഫോസ്ഫേറ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്താൽ, അതായത് PEPന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു റിസൾട്ടിങ് മോളിക്യൂളിൻ്റെ പേരാണ് പൈറുവേറ്റ്. പൈറുവേറ്റ് ഇസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്ന 1 ATP പ്രൊഡക്ഷൻ, 2 ദിസ് ഇസ് ദ എൻഡ് ഓഫ് ഗ്ലൈക്കോളിസിസ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ശരിക്കും ഇറ്റ് ജനറേറ്റ്സ് ATP പെർ PEP മോളിക്യൂൾ. ഇറ്റ് ജനറേറ്റ്സ് 1 ATP പെർ PEP മോളിക്യൂൾ. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് ശരിക്കും ഒന്നും കൂടെ നമുക്ക് പറയാം. ഇതും സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫറേഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളും ഇറ്റ് പ്രൊഡ്യൂസസ് 2 PEP മോളിക്യൂൾസ് എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സ്റ്റെപ്പിലൂടെ ഇറ്റ് ഈൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് 2 ATP മോളിക്യൂൾസ് പെർ ഗ്ലൂക്കോസ്. ആൻഡ് ദിസ് ഓൾസോ മാർക്സ് ദ എൻഡ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് ഇവിടെ തീരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പൈറുവേറ്റ് ഫോം ചെയ്യുന്നതോടുകൂടി ആ ഒരു ഗ്ലൈക്കോളിസിസിൻ്റെ ആ ഒരു സൈക്കിൾ അവിടെ എൻഡ് ചെയ്യുന്നു.
കാരണം പൈറുവേറ്റ് എന്ന് പറയുന്നത് ആ ഒരു മോളിക്യൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഈദർ എൻറ്റർ ദ മൈറ്റോകോൺഡ്രിയ ഫോർ ഫർദർ എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ പക്ഷെ അതിന് ഓക്സിജൻ വേണം, എറോബിക് റെസ്പിറേഷൻ അവിടെ നടക്കണം. Or it can be converted into lactate or ethanol. ഓക്സിജൻ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അനറോബിക് കണ്ടീഷനിൽ. ഓക്കെ, സോ ഇതാണ് ആ ഒരു എന്താ പറയുക ഗ്ലൈക്കോളിസിന്റെ 10 സ്റ്റെപ്സ്. സോ ഗ്ലൈക്കോളിസിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അനറോബിക് എനർജി പ്രൊഡക്ഷൻ. സോ glycolysis, it does not require oxygen അല്ലേ, അപ്പോൾ ഓക്സിജൻ്റെ ആവശ്യമില്ല. ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ATP അണ്ടർ അനറോബിക് കണ്ടീഷൻസ്. ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷൻസിൽ അതിന് ATP പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരുപക്ഷെ നമ്മൾ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ടിഷ്യൂസ് എക്സ്പീരിയൻസ് ലോവർ ഓക്സിജൻ സപ്ലൈ, ആ സമയത്ത് എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് എന്താ പറയേണ്ടത്, ദിസ് ഈസ് ഓൾസോ വേഴ്സറ്റൈൽ ആൻഡ് ഒരു യൂണിവേഴ്സലി ആപ്ലിക്കബിൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഗ്ലൈക്കോളിസിന്റെ കാര്യം നമ്മൾ പറയാനാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ലിവിങ് ഓർഗാനിസംസ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ പ്രിക്കേഴ്സർ ഫോർ അതർ പാത്വേസ്. അപ്പം ഇറ്റ് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഇറ്റ് ലെറ്റ്സ് അതർ പാത്വേസ് ഓൾസോ ഫങ്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രിക്കേഴ്സർ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയുന്നത്. അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസിൽ ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്റ്റ്, അതായത് പൈറുവേറ്റ്, ഈ പൈറുവേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ മെറ്റബോളിക് ഇന്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഓക്സിജന്റെ പ്രസൻസിൽ പൈറുവേറ്റിന് മൈറ്റോകോൺഡ്രിയയിലേക്ക് കടക്കാം. ആൻഡ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസറ്റൈൽ കോഎൻസൈം A. And this again then enters the citric acid cycle. അതാണ് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മെറ്റബോളിക് പാത്വേ, സിട്രിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ വീണ്ടും ATP അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ അവിടെ വീണ്ടും ഫർദർ ആയിട്ട് നടക്കുന്നു എന്ന് പറയാം. ആൻഡ് ഒരു റാപ്പിഡ് ATP പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ATP പ്രൊഡ്യൂസിങ് പാത്വേ. ഇനി നമുക്ക് 2 പാത്വേസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു ഗ്ലൈക്കോളിസിസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് നൗ. ഇനി ഈ ഒരു ഗ്ലൈക്കോളിസിന്റെ ക്ലിനിക്കൽ റെലവൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒന്ന് ലാക്റ്റിക് അസിഡിയോസിസ്. അപ്പോൾ എന്താണ് ലാക്റ്റിക് അസിഡിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജന്റെ സപ്ലൈ കുറവാകുന്ന സമയത്ത്, വെൻ ഓക്സിജൻ ഇസ് സ്കേഴ്സ്, ഒന്ന് ആ ഒരു വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പൈറുവേറ്റ് ഇസ് കൺവേർട്ടഡ് ടു ലാക്റ്റേറ്റ് അല്ലേ. അപ്പം എക്സസീവ് ആയിട്ടുള്ള ലാക്റ്റേറ്റ് പ്രൊഡക്ഷൻ ക്യാൻ ലീഡ് ടു ലാക്റ്റിക് അസിഡിയോസിസ്. അപ്പം ലാക്റ്റിക് അസിഡിയോസിസ് എന്ന് പറയുന്നത് ഇസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഡ്രോപ്പ് ഇൻ ബ്ലഡ് pH. ബ്ലഡിൻ്റെ pH ലെവൽ കുറയും എന്നുള്ളതാണ്. ആൻഡ് ഇത് പലപ്പോഴും ടെമ്പററി ആണ്. ആൻഡ് ഇറ്റ് വിൽ റിസോൾവ് ആസ് ദ ഓക്സിജൻ ലെവൽസ് ആർ റിസ്റ്റോർഡ്. അപ്പോൾ അത് ഒരു ക്ലിനിക്കലി റെലവൻ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ്. ആൻഡ് ദെൻ ക്യാൻസർ മെറ്റബോളിസം, അതിന് നമുക്ക് വാർബർഗ് എഫക്റ്റ് എന്ന് ആണ് അതിന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ സെൽസ് ആക്ച്വലി ദേ റിലൈ ഹെവിലി ഓൺ ഗ്ലൈക്കോളിസിസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു ക്യാൻസർ സെൽസ്. അപ്പോൾ ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അവർക്ക് എന്താ പറയേണ്ടത്, ദേ ക്യാൻ യൂസ് ഇറ്റ് എന്നുള്ളതാണ്. ഈ ഒരു ഫിനോമിനെയാണ് വാർബർഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാർബർഗ് എഫക്റ്റ് പറയുന്നത് എന്താണത് ചെയ്യുന്നത്, ഇറ്റ് അലൗസ് ക്യാൻസർ സെൽസ് ടു പ്രൊഡ്യൂസ് ATP ക്വിക്ലി ആൻഡ് സപ്പോർട്ട് ദിയർ മൾട്ടിപ്ലിക്കേഷൻ. ക്യാൻസർ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് എൻസൈം ഡെഫിഷ്യൻസീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ആ ഒരു ഗ്ലൈക്കോട്ടിക് എൻസൈം ഡെഫിഷ്യൻസീസ്, അപ്പോൾ ഡെഫിഷ്യൻസീസ്, ഈ ഗ്ലൈക്കോട്ടിക് എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസീസ് ആ കണ്ടീഷൻസ് ലൈക്ക് ഹെക്സോകൈനേസ് അതിൻ്റെ ഒരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ പൈറുവേറ്റ് കൈനൈസ്, ഇനി അതും അല്ലെങ്കിൽ ഫോസ്ഫോ ഫ്രക്ടോസ് കൈനേസ്. ഈ കണ്ടീഷൻസ് ഒക്കെ ഇറ്റ് ക്യാൻ ലീഡ് ടു മെറ്റബോളിക് ഡിസോർഡേഴ്സ്. അപ്പോൾ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എനർജി ഡെഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും RBCസിലും അതേപോലെ മസിൽ വീക്ക്നെസ് അനുഭവപ്പെടുകയും ചെയ്യും എന്ന് പറയാം.
അപ്പോൾ ഗ്ലൈക്കോളിസിസ് ശരിക്കും ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ളത്. ആൻഡ് ഒരു പ്രധാനപ്പെട്ട കീ മെറ്റബോളിക് പാത്വേ ആണ് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇറ്റ് സപ്പോർട്ട് സെൽസ് അണ്ടർ അനറോബിക് കണ്ടീഷൻസ്. അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോളുക. ആൻഡ് അത് ഒരു റാപ്പിഡ് സോഴ്സ് ഓഫ് ATP ആണ് ഈ എന്താ പറയേണ്ടത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഇന്റർമീഡിയറീസ്. പല മെറ്റബോളിക് നീഡ്സിനുമുള്ള ഇന്റർമീഡിയറീസിനെയും കൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആ ഇന്റർമീഡിയറീസ് വീണ്ടും റിയാക്ട് ചെയ്ത് മാറുന്നത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു അല്ലേ. ഓൾറൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് we have to look at other two metabolic pathways. ഒന്ന് സിട്രിക് ആസിഡ് അല്ലെങ്കിൽ Krebs cycle ആൻഡ് അതേപോലെ ഗ്ലൂക്കോനിയോജെനസിസ്. ആൻഡ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസീസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസസ്, എന്തൊക്കെയാണ് ഇൻബോൺ എറേഴ്സ് എന്നുള്ളത്, ആൻഡ് വാട്ട് ആർ ദ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്. ഇത്രയും കാര്യങ്ങൾ ഇനി സിലബസ് പ്രകാരം നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. വി വിൽ കവർ ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ ഇതൊക്കെ. ആൻഡ് ഇതേപോലെയുള്ള വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് സിലബസ് പ്രകാരമുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലീസ് ജോയിൻ ദ ഗോൾഡ് ബാച്ച്. അപ്പോൾ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടും. പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്കുണ്ടാകും. റെഗുലർലി ആയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തും. ആൻഡ് പരീക്ഷയ്ക്ക് മുന്നേ റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ് ഉണ്ടാകും. 10 മോഡൽ എക്സാംസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും ഒരു 2 weeks ബിഫോർ യുവർ എക്സാം എന്നുള്ളത്. ആൻഡ് ആ ഗോൾഡ് ബാച്ച് ജോയിൻ ചെയ്യുന്നതിനുള്ള ഒരു ഫോം ഉണ്ട്. ആ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ നമുക്കൊരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പും ഉണ്ട്. യു ക്യാൻ ജോയിൻ ദ സ്റ്റഡി ഗ്രൂപ്പ്. അവിടെയും എന്താ പറയേണ്ടത്, യു വിൽ ഗെറ്റ് ലിമിറ്റഡ് ഇൻഫർമേഷൻ ദേ. പക്ഷേ ഗോൾഡ് ബാച്ചിൽ യു ഗെറ്റ് എൻറ്റയർ ആക്സസ് ടു ദ കോഴ്സ് എന്നുള്ളതാണ്. സോ ഐ റെക്കമെൻഡ് യു ജോയിൻ ദ ഗോൾഡ് ബാച്ച്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷൻസ് അല്ലെങ്കിൽ ബാക്കി വീഡിയോസ് എല്ലാം എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ ദ സ്റ്റുഡൻസ് ഹു ആർ ജോയിനിങ് ദ ഗോൾഡ് ബാച്ച്. Okay. So thank you very much for watching this video and you have a great day ahead. I'll see you in the gold batch. Thank you very much.